KCB വർക്കർ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് ന്യൂസ് കട്ടിങ്ങുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് തീർത്തും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, രണ്ടാമത്തേത് ഒരല്പം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എപ്പോഴും ഇത്തരം ന്യൂസുകൾ കാണുന്ന സമയത്ത് ഡിമോട്ടിവേറ്റഡ് ആവും, ചില ന്യൂസുകൾ നമ്മൾ കുറച്ചൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ന്യൂസുകളൊക്കെ നമ്മുടെ പ്രിപ്പറേഷനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, എഫക്റ്റ് ചെയ്യരുത് എന്നുള്ളത് കൊണ്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഈ രണ്ട് ന്യൂസ് കട്ടിങ്ങുകളും ഈ ഒരു വീഡിയോയുടെ പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒന്നാണ് KCB വിരമിച്ചവരുടെ കാലാവധി നീട്ടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ന്യൂസ്. സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ ചിന്തിക്കുന്നുണ്ടാവുക, ഞങ്ങളുടെ പോസ്റ്റിംഗ് അത് ലാഗ് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അവസരം നഷ്ടപ്പെട്ടു പോകും എന്നായിരിക്കും KCB വർക്കർ പോസ്റ്റിലൊക്കെ അതിനെ പ്രതീക്ഷിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കരുതുന്നുണ്ടാവുക. എന്നാൽ ഈ ന്യൂസ് തന്നെ പൂർണ്ണമായിട്ടൊന്ന് വായിച്ചു നോക്കി. KCBയിലെ ഫീൽഡ് ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാൻ വിരമിച്ചവരുടെ നിയമന കാലാവധി ഓഗസ്റ്റ് 31 വരെ നീട്ടി. ഇലക്ട്രിസിറ്റി വർക്കർ, ലൈൻമാൻ തസ്തികകളിലാണ് ജീവനക്കാർ ക്ഷാമം എന്നുള്ളതാണ്. ശരിക്കും ഈ ഒരു ന്യൂസ്, വിരമിച്ചവരുടെ പോസ്റ്റിംഗ് നീട്ടി നൽകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് ജീവനക്കാരുടെ ക്ഷാമമുണ്ട് എന്ന് തന്നെയാണ്. അതായത് ഇലക്ട്രിസിറ്റി വർക്കർ, ലൈൻമാൻ തസ്തികകളിൽ ജീവനക്കാരുടെ ക്ഷാമമുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഈ ന്യൂസിൽ വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ KCB വർക്കറിന് നോട്ടിഫിക്കേഷൻ വൈകിയിട്ടുണ്ട്. അത് നിർബന്ധപൂർവ്വം വൈകിയിട്ടുണ്ട് എന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിന് ചില മാനദണ്ഡങ്ങൾ, അതായത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ബന്ധപ്പെട്ടൊക്കെ, ചില ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി ആക്ടുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ചില ഈ ഒരു വൈകൽ സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഇനി ഒരിക്കലും വൈകാൻ സാധ്യതയില്ല. അതെന്തുകൊണ്ടാണെന്ന് രണ്ടാമത്തെ ന്യൂസിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ ഇവിടുത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ഥിരം ജീവനക്കാരും പുതിയ PSC ലിസ്റ്റും ലഭ്യമല്ലാത്തതിനാൽ ഈ ഒരു സാഹചര്യത്തിൽ തടസ്സമില്ലാത്ത വൈദ്യുതി വിതരണം, അടിയന്തര അറ്റകുറ്റപ്പണികൾ, പൊതുസുരക്ഷ എന്നിവ ഉറപ്പാക്കാനാണ് താൽക്കാലിക ക്രമീകരണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇലക്ട്രിസിറ്റി വർക്കർ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഉദ്യോഗാർത്ഥികളെ PSC അഡ്വൈസ് ചെയ്യുന്ന മുറയ്ക്ക് ഇവരെ ഒഴിവാക്കും എന്ന് തന്നെയാണ് ഈ ഒരു ന്യൂസ് കട്ടിങ്ങിലും വന്നിരിക്കുന്നത്. പക്ഷെ ആദ്യത്തെ ഹെഡ്ലൈൻ വായിക്കുന്ന മാത്രം ഒരാളാണെങ്കിൽ KCB വിരമിച്ചവരുടെ കാലാവധി നീട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ അവസരം നഷ്ടപ്പെട്ടു എന്നായിരിക്കും ഒരുപാട് ആളുകൾ ചിന്തിക്കുക. സോ അത് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, KCB വർക്കർ പോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ് എന്ന് നിങ്ങൾ കരുതാം. കാരണം ജീവനക്കാരുടെ ക്ഷാമമുണ്ട് എന്നുള്ളതും വർക്കർ, ലൈൻമാൻ പോസ്റ്റിലേക്ക് ആളുകൾ ആവശ്യമാണ് എന്നുള്ളതും ഈ വീഡിയോയിൽ നിന്ന്, ഈ ഒരു ന്യൂസിൽ നിന്ന് വ്യക്തമാണല്ലോ. അതുകൊണ്ട് തന്നെ PSC അവരുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വളരെ വേഗത്തിൽ നടത്താനുള്ള സാധ്യത ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനു മുന്നേ മറ്റൊരു ന്യൂസ് മാതൃഭൂമി തൊഴിൽ വാർത്തയിൽ വന്നതാണ്. KCB വർക്കറിൽ 29,363 അപേക്ഷകരുണ്ട്. പരീക്ഷ നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ ഓർ ഒക്ടോബറിലായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വളരെ റെക്കോർഡ് വേഗത്തിലാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. നോർമലി ഒരു നോട്ടിഫിക്കേഷൻ വന്ന് 6 മാസമെങ്കിലും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടുമെങ്കിൽ ഇനി എത്രത്തോളം സമയമില്ല, സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ എന്ത് ചെയ്യാൻ പോവാണ്, KCB വർക്കറിന്റെ എക്സാം കണ്ടക്ട് ചെയ്യും എന്ന് മാത്രമല്ല, ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയും ഒഴിവുകൾ വർദ്ധിച്ചേക്കും. നിലവിൽ 985, അതും നിങ്ങൾ ഡിമോട്ടിവേറ്റഡ് ആവേണ്ട. കഴിഞ്ഞ പ്രാവശ്യം 4000 പോയിട്ടുണ്ട്. ഇത്തവണ എന്തായാലും ഒരു 2000-നടുത്ത് വേക്കൻസി എങ്കിലും വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഇലക്ട്രിസിറ്റി റിക്വയർമെന്റും അതിന്റെ അറ്റകുറ്റപ്പണികൾക്കൊക്കെ ഉള്ള എംപ്ലോയീസിന്റെ ആവശ്യകത ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ഓപ്പർച്യൂണിറ്റി എന്നുള്ള നിലയിൽ നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുത്തോളൂ. ഒരു ന്യൂസും ഒരു വാർത്തകളും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ പ്രിപ്പറേഷനെ പിന്നോട്ട് വലിക്കാൻ പാടില്ല. മാത്രമല്ല ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണുള്ളത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻട്രിയുടെ KCB വർക്കർ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു വർക്കർ എക്സാമിനേഷനിൽ ഏറ്റവും മികച്ച റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ഞങ്ങൾ എൻട്രി നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ITA ലെവൽ എക്സാംസ് ഉൾപ്പെടെ എല്ലാ എക്സാംസുകളിലും ഗംഭീരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്ലാറ്റ്ഫോം ആയിട്ടുള്ള എൻട്രിയുടെ KCB വർക്കർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുകയാണ്. നമ്മുടെ പുതിയ KCB വർക്കർ ബാച്ചസിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.